നമസ്കാരം. മാധ്യമചാലകത്തിന്റെ 396 എപ്പിസോഡിലേക്ക് സ്വാഗതം. ചില പടിയിറക്കങ്ങൾ വെറും ഒരു ഔദ്യോഗിക പദവി ഇറക്കമല്ല, മറിച്ച് ഒരു സുവർണ കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. ഒരു സ്ഥാപനത്തിന്റെ ചരിത്രത്തെ അദ്ദേഹത്തിന് മുൻപും അദ്ദേഹത്തിന് ശേഷം എന്നിങ്ങനെ രണ്ട് രീതിയിൽ വിഭജിക്കാൻ തക്കവണ്ണം ആയത്തിൽ മുദ്ര പതിപ്പിച്ച ഒരു പടിയിറക്കത്തിനാണ് കേരള മീഡിയ അക്കാദമി സാക്ഷ്യമായിരിക്കുന്നത്. അക്കാദമിയുടെ അമരത്തു നിന്നും ഒരു ദശകത്തോളമായി പുതിയൊരു മാധ്യമ സംസ്കാരത്തിന് ദിശാബോധം നൽകിയ ശ്രീ RS ബാബു ചെയർമാൻ സ്ഥാനത്തു നിന്നും പടിയിറങ്ങുകയാണ്. ചില പടിയിറക്കങ്ങൾ വെറും ഒരു യാത്രയയപ്പല്ല, അതൊരു ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. കഴിഞ്ഞ 40 വർഷമായി കേരളത്തിലെ മാധ്യമരംഗത്ത് സജീവമായി നിൽക്കുന്ന RS ബാബു കേരള മീഡിയ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം ഒഴിയുമ്പോൾ അത് മാധ്യമലോകത്തിന് ഒരു വികാരനിർഭരമായ നിമിഷമാണ്. ഔദ്യോഗിക പദവികളുടെ ഗമയില്ലാതെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരാളായി നടന്ന അദ്ദേഹം പടിയിറങ്ങുന്നത് അക്കാദമിയുടെ സിലബസിലും ചുവരുകളിലും പുതിയ കാലത്തിന്റെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ്. 10 വർഷത്തോളം നീണ്ട അദ്ദേഹത്തിന്റെ ഭരണകാലം കേരള മീഡിയ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം വസന്തകാലമായിരുന്നു. ലോക നിലവാരമുള്ള മാധ്യമ വിദ്യാലയമാക്കി അക്കാദമിയെ മാറ്റുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. മാധ്യമ വിദ്യാഭ്യാസം ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ പുത്തൻ സാങ്കേതിക വിദ്യകൾ സിലബസിൽ ഉൾപ്പെടുത്തിയ അദ്ദേഹം വരും തലമുറയിലെ ജേർണലിസ്റ്റുകളെ ഏത് യുഗത്തിന്റെ വെല്ലുവിളികളും ഏറ്റെടുക്കാൻ പ്രാപ്തരാക്കി. ദേശാഭിമാനി പത്രത്തിൽ 4 പതിറ്റാണ്ട് നീണ്ട അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനം എക്കാലത്തും അദ്ദേഹത്തിന് മുതൽക്കൂട്ടായിരുന്നു. സാധാരണ റിപ്പോർട്ടിംഗിൽ തുടങ്ങി കൺസൾട്ടന്റ് എഡിറ്റർ പദവി വരെ എത്തിയ അനുഭവ കരുത്താണ് അക്കാദമിക്ക് പുതിയ ദിശാബോധം നൽകിയത്. ഇതിനു പുറമെ പത്രപ്രവർത്തക യൂണിയന്റെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയായും കേസരി സ്മാരക ട്രസ്റ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ച് മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം മുൻനിരയിൽ നിന്നു. മാറുന്ന ലോകത്തിന്റെ പ്രതിനിധികളാണ് നിങ്ങൾ. മാറിയ കേരളത്തിന്റെ പ്രതിനിധികളാണ് നിങ്ങൾ. കേരളം ഒരുപാട് കാര്യത്തിൽ മാറിയിരിക്കുന്നു. 10 വർഷത്തിനുള്ളിൽ വലിയ കണ്ണഞ്ചിപ്പിക്കുന്ന നിലയിൽ നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. ഈ മാറ്റത്തിൻ്റെ പ്രതിനിധികളാണ്, ജൻസിയുടെ പ്രതിനിധികളാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്, വിജ്ഞാനം ഒരു 10 വർഷം മുമ്പ് ഇവിടെ നിന്നും പുറത്തേക്ക് പോയവരേക്കാൾ വളരെ വലുതാണ്. ഇത് നിങ്ങളെ വ്യത്യസ്തമായ മേഖലകളിൽ, മാധ്യമ മേഖലയിൽ മാത്രമല്ല, അനുബന്ധമായിട്ടുള്ള മേഖലകളിലുമെല്ലാം നിങ്ങളുടെ തൊഴിൽ സാധ്യതകളെ, സ്റ്റാർട്ടപ്പ് മിഷനെ ഒക്കെ വളർത്തുന്നതിന് വളരെ വളരെ സഹായകരമായ കാര്യമാണ്. അംഗീകാരങ്ങൾ എന്നും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മികച്ച റിപ്പോർട്ടർക്കുള്ള ശിവറാം അവാർഡ് 2 തവണ ലഭിച്ച അദ്ദേഹത്തിന് 2019 മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് കെ വിജയരാഘവൻ അവാർഡ് നൽകി ആദരിച്ചു. സംസ്ഥാന സർക്കാർ അവാർഡ്, മീഡിയ ട്രസ്റ്റ് അവാർഡ്, IV ദാസ് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ആ കരിയറിന് തിളക്കം കൂട്ടുന്നു. പദവികൾ പടിയിറങ്ങിയാലും RS ബാബു എന്ന മാധ്യമ പ്രവർത്തകൻ വിശ്രമിക്കാൻ ഒരുക്കമല്ല. അക്കാദമിയിൽ അദ്ദേഹം കൊളുത്തിവെച്ച ആധുനികതയുടെ വെളിച്ചം വരും തലമുറയിലൂടെ കത്തി നിൽക്കും. മഷി ഉണങ്ങാത്ത തൂലികയുമായി പുതിയ എഴുത്തുവഴികളിലേക്ക് അദ്ദേഹം ചുവടുവെക്കുമ്പോൾ കേരള മീഡിയ അക്കാദമിയുടെ ചരിത്രം അദ്ദേഹത്തെ എന്നും ആദരവോടെ ഓർക്കും. അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ ശക്തി ലോകത്തിനു മുന്നിൽ തെളിയിച്ച അമേരിക്കൻ മാധ്യമ പ്രവർത്തക ജൂലി ബ്രൗണിനെ ആദരിച്ച് കേരള മീഡിയ അക്കാദമി 2025 മീഡിയ മാഗസിൻ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം മയാമി ഹെറാൾഡിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായ ജൂലി നൈബ് ബ്രൗണിന്. ജെഫ്രി എപ്സ്റ്റീൻ കേസുകളിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളിലൂടെ ലോക ശ്രദ്ധ നേടിയ ജൂലി ബ്രൗണിന് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും സമ്മാനമായി നൽകും. കൊച്ചിയിൽ മഴക്കാലം കനക്കാൻ പോകുമ്പോൾ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ വെള്ളക്കെട്ട് കാരണം കാൽനട യാത്രക്കാർ ദുരിതത്തിലാണ്. മാത്രമല്ല, റോഡ് മുറിച്ചു കടക്കാൻ ഇവിടെ ഒരു സീബ്ര ലൈൻ പോലുമില്ല. കനത്ത ട്രാഫിക്കിനിടയിലൂടെ ആളുകൾ കഷ്ടപ്പെട്ട് മുറിച്ചു കടക്കുമ്പോൾ റോഡിനരികിലെ കാടു കയറിയ പുല്ലെങ്കിലും വെട്ടിമാറ്റാൻ അധികൃതർ തയ്യാറാകേണ്ടതുണ്ട്. മാധ്യമ പ്രവർത്തകരെ വാർത്തെടുക്കുന്ന കേരള മീഡിയ അക്കാദമി പോലുള്ള ഒരു പ്രമുഖ സ്ഥാപനത്തിന്റെ തൊട്ടുമുന്നിലാണ് പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഈ കടുത്ത അവഗണന നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള ഒരു പ്രധാന സിഗ്നലിലാണ്. എൻ്റെ പിന്നിൽ കാണുന്നത് ഇന്നലെ പെയ്ത മഴയിൽ ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. ഇതിലൂടെയുള്ള കാൽനട യാത്രക്കാരുടെ ദുരിതം തീരെ ചെറുതല്ല.
മീഡിയ അക്കാദമി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ദിവസേന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ഒരു പ്രധാന റോഡാണിത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ റോഡിന്റെ ഒരു വശം പൂർണ്ണമായും ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ്. കൃത്യമായ ഡ്രെയിനേജ് സംവിധാനമില്ലാത്തതാണ് ഇവിടെ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള കാരണം. വലിയ വാഹനങ്ങൾ വേഗത്തിൽ കടന്നു പോകുമ്പോൾ ഈ ചെളിവെള്ളം തെറിച്ച് കാൽനടയാത്രക്കാരുടെ വസ്ത്രങ്ങൾ പാടെ വൃത്തികേടാവുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ച എന്തെന്നാൽ ഇത്രയധികം വിദ്യാർത്ഥികൾ നിരന്തരം റോഡ് മുറിച്ചു കടക്കുന്ന ഈ ഭാഗത്ത് ഒരു സീബ്ര ക്രോസിംഗ് ലൈൻ പോലുമില്ല. വശങ്ങളിൽ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ ഇല്ലാത്തതിനാൽ അതിവേഗത്തിൽ വാഹനങ്ങൾ പാഞ്ഞു പോകുന്ന ഈ റോഡിലൂടെ ജീവൻ പണയപ്പെടുത്തിയാണ് കുട്ടികൾ മറുപുറത്തേക്ക് കടക്കുന്നത്. ഇതിനു പുറമെ റോഡരികിൽ പുല്ലും കാടും വളർന്നു കിടക്കുന്നത് കാരണം കാൽനടയാത്രക്കാർക്ക് വശങ്ങളിലേക്ക് മാറി നിൽക്കാൻ പോലും സ്ഥലമില്ല. അടിയന്തരമായി സീബ്ര ക്രോസിംഗ് ലൈൻ സ്ഥാപിക്കണമെന്നും നടപ്പാതയിലെ കാട് വെട്ടുമാറ്റി വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നുമാണ് വിദ്യാർത്ഥികളും നാട്ടുകാരും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ അനുഷയോടൊപ്പം ശ്രീലക്ഷ്മി NB, കേരള മീഡിയ അക്കാദമി. പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഡോക്ടർ PK രാജശേഖരനാണ് ഇന്ന് മൈ സ്റ്റോറിയിൽ. മാതൃഭൂമിയിൽ ദീർഘകാലം പ്രവർത്തിച്ചു. പ്രഭാഷകൻ, ഗ്രന്ഥകർത്താവ്, നിരൂപകൻ എന്നീ നിലയിൽ പ്രശസ്തനാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെയുള്ള ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പത്രം വാർത്തകൾ മാത്രമല്ല, നമ്മളെപ്പോഴും പുസ്തകം വായിക്കുമ്പോഴും പത്രം വായിക്കുമ്പോഴൊക്കെ അതിലെ വാർത്ത, ആ വാർത്തയുടെ ഇമ്പാക്റ്റ് എന്താണ്, അത് മാത്രമേ നമ്മൾ ആലോചിക്കാറുള്ളൂ. നമ്മളെപ്പോഴും അതിൻ്റെ ബിബ്ലിയോഗ്രഫിക് കോഡ് എന്ന് പറയുന്നത് അതിൻ്റെ വാക്കുകളിലാണ് നമ്മൾ നിൽക്കുന്നത്, ഭാഷാ സൗന്ദര്യം. എന്നാൽ പത്രം ഒരു ഉൽപ്പന്നമാണ്, ഒരു നിർമ്മിതിയാണ്. അതിൻ്റെ പിന്നിലൊരു വലിയ സാങ്കേതിക വിദ്യയുണ്ട്. അത് ഈ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സാങ്കേതിക വിദ്യ അച്ചടിയോളം മനുഷ്യ ചരിത്രത്തെ മാറ്റിയ ഒന്നുമില്ല. ഞാൻ ആ പത്രപ്രവർത്തനത്തെ കാണുന്നത് അച്ചടി എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യ മനുഷ്യ ചരിത്രത്തിൽ വരുത്തിയ മാറ്റത്തിൻ്റെ ചരിത്രം എന്നെ അങ്ങേറ്റം ആകർഷിക്കുന്നതും എൻ്റെ ചിന്തയെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നതുമാണ്. ആ പരിവർത്തനമാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്രപ്രവർത്തനത്തിൽ നിന്ന് ഞാൻ നേടിയ അറിവുകളുണ്ടെങ്കിലും അതിലൊന്ന് അച്ചടി എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തെ മാറ്റിമറിച്ചു എന്നുള്ള അറിവ്. പിന്നീടുള്ള എൻ്റെ സാഹിത്യ നിരൂപണ ജീവിതത്തിലും എൻ്റെ മറ്റ് സാംസ്കാരിക ചരിത്ര രചനാ സന്ദർഭങ്ങളിലുമൊക്കെ ഈ അച്ചടിയുടെ ചരിത്രവും അച്ചടിയെക്കുറിച്ചുള്ള ചിന്തയും കടന്നു വരുന്നതിനും ഒക്കെ ഈ പത്രപ്രവർത്തനത്തിൽ നിന്നുള്ള ഈ സാങ്കേതിക പരിചയം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ സാങ്കേതികമായ മാറ്റം കേരള സമൂഹത്തിൽ, കേരളത്തിൻ്റെ മറ്റെല്ലാ ജീവിത മണ്ഡലത്തിലും ഉണ്ടാക്കിയ പരിവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു പത്രപ്രവർത്തനത്തിൽ. തൃശ്ശൂർ എഡിഷൻ തുടങ്ങുന്നതോടെ മാതൃഭൂമിയുടെ വളർച്ച അതിവേഗത്തിലാകുന്നു. 1980 തിരുവനന്തപുരത്ത് മാതൃഭൂമി ഓഫ്സെറ്റ് പ്രസ് അവതരിപ്പിച്ചുകൊണ്ട് മലയാള പത്രത്തിൽ ഒരു വലിയ സാങ്കേതിക വിപ്ലവം തുടങ്ങി. അതുവരെ ബ്ലോക്ക് പ്രിൻറ്റിംഗ് ആയിരുന്നു, ചിത്രങ്ങളൊക്കെ ബ്ലോക്ക് എടുത്ത് അച്ചടിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തെളിമ വളരെ കുറവാണ്. പക്ഷെ അന്ന് കണ്ട ആളുകൾക്ക് അതിൽ തെളിമ കുറവാണെന്നൊന്നും തോന്നിയിരുന്നില്ല. പിന്നീട് ഓഫ്സെറ്റ് വന്നപ്പോഴാണ് ഈ തെളിമ വന്നത്. പക്ഷേ 92 തൃശ്ശൂർ എഡിഷൻ വരുന്നതോടുകൂടി മറ്റൊരു പരിവർത്തനം പത്രപ്രവർത്തന രംഗത്ത് വരുന്നു. അത് മാതൃഭൂമി മാത്രമല്ല, മനോരമയിലും കേരള കൗമുദിയിലും ഒക്കെയും പരിവർത്തനം വരുന്നു. ഈ ഫാക്സ്മിലി സംവിധാനം, പിന്നെ ചിത്രങ്ങൾ അതിവേഗം കളറിൽ തന്നെ കമ്പ്യൂട്ടറിൻ്റെ മോഡം വഴി മറ്റ് യൂണിറ്റുകളിലേക്ക്, മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള പുതിയ സംവിധാനം വരുന്നു. അതൊരു വലിയ പരിവർത്തനമാണ്. ഹാൻഡ് കമ്പോസിംഗ്, അതായത് കൈകൊണ്ട് അച്ചു നിരത്തുന്ന ആ പഴയ കാലത്ത് നിന്ന്, അല്ലെങ്കിൽ ഗുട്ടൻബർഗ് റവല്യൂഷനിൽ നിന്ന് നമ്മൾ ഫോട്ടോ കമ്പോസിങ്ങിലേക്ക് മാറി. ഫോട്ടോ കമ്പോസിങ്ങിൽ നിന്ന് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ പത്രമച്ചടിയിൽ വലിയ പരിവർത്തനങ്ങൾ വരുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഒരു പത്രം തയ്യാറാക്കുന്നത് റിപ്പോർട്ടർമാർ എഴുതുന്നു. അന്ന് റിപ്പോർട്ടർമാരുടെ ഇടയിൽ ടൈപ്പിംഗ് വ്യാപകമായിട്ട് എല്ലാവരും കൈകൊണ്ട് എഴുതുകയാണ്. ഈ 90കളുടെ തുടക്കത്തിൽ അപൂർവം പേര് മാത്രമാണ് ടൈപ്പ് ചെയ്യുന്നത്. മാത്രമല്ല, അന്ന് എല്ലാ റിപ്പോർട്ടർമാരുടെയും മേശപ്പുറത്ത് കമ്പ്യൂട്ടറുകൾ വന്നു തുടങ്ങിയിരുന്നില്ല. റിപ്പോർട്ടർമാർ എഴുതിയത് ഫോട്ടോ കമ്പോസിങ് ന്യൂസ് ഡെസ്കിലേക്ക് കൊടുക്കുന്നു. അവിടെയുള്ള സബ് എഡിറ്റർമാരും മറ്റ് സീനിയർ എഡിറ്റർമാരും ആ വാർത്തകൾ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഹെഡിങ് തീരുമാനിച്ച് അത് ഫോട്ടോ കമ്പോസിങ്ങിൽ കൊടുക്കുന്നു. ഫോട്ടോ കമ്പോസിങ്ങിലെ കമ്പോസിറ്റർമാർ ഇത് കമ്പോസ് ചെയ്യുന്നു. ആ കമ്പോസ് ചെയ്ത സാധനം പ്രൂഫ് റീഡിംഗ് സെഷനിലെത്തുകയും പ്രൂഫ് റീഡിങ്ങിലുള്ളവർ അത് വായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കിട്ടിയ സാധനം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട്, ബ്രോമൈഡ് ഷീറ്റ് എന്നാണ് പറയുന്നത്, ആ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ലേഔട്ട് റൂമിൽ വെച്ച് ഒരു പേസ്റ്റപ്പ് മാൻ അല്ലെങ്കിൽ ലേഔട്ട് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആൾ ഈ സബ് എഡിറ്ററുടെ നിർദ്ദേശപ്രകാരം
ഈ പേജുകൾ തയ്യാറാക്കുന്നു, വെട്ടി ഒട്ടിക്കുന്നു. വെട്ടി ഒട്ടിച്ചാണ് ഇത് മുഴുവൻ കൈകൊണ്ട് വെട്ടി ഒട്ടിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് മെഷീൻസൊക്കെ രസകരമാണ്. നമ്മൾ ഈ ബ്രോമൈഡ് ഷീറ്റ് ഒരു വലിയ അകത്ത് ട്യൂബ് ലൈറ്റ് വെച്ച ഒരു വലിയ കണ്ണാടി പലകയിലാണ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഒട്ടിച്ചിട്ട് ആ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ പുറത്ത് വരി തെറ്റാതെ അതിൻ്റെ ഗ്രിഡ് അടിയിൽ വരച്ചിട്ടുണ്ടാവും. ഇത് മുഴുവൻ കീറി കട്ട് ചെയ്ത് ഒട്ടിക്കുന്നു, ചിത്രത്തിന് സ്പേസ് പ്രത്യേകം വിടുന്നു. ഇതെല്ലാം ചെയ്തിട്ട് ഇതിനെ ക്യാമറ എന്ന സെഷനിലേക്ക് അയക്കുന്നു. അപ്പോൾ ക്യാമറ എന്ന് പറഞ്ഞാൽ സാധാരണ ഫോട്ടോ എടുക്കുന്ന ക്യാമറയല്ല, മറിച്ച് ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ബ്രോഡ്ഷീറ്റിൻ്റെ വലിപ്പമുള്ള ഫിലിമിൽ ഇത് പകർത്തിയെടുക്കുന്ന ക്യാമറയാണ്. ആ ക്യാമറ എടുത്തതിന് ശേഷം അതിനെ പ്ലേറ്റ് മേക്കിംഗ് എന്നൊരു സെഷനിലേക്ക് അയച്ച് പത്രത്തിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ട പ്ലേറ്റ് ആക്കി മാറ്റും. ഇത് അധികകാലം ഒന്നും തുടർന്നില്ല. ഇന്ന് ആ സംഗതി CTP എന്ന് പറഞ്ഞ സ്ഥിതിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, കമ്പ്യൂട്ടർ ടു പ്ലേറ്റ്. അപ്പോൾ ഈ ക്യാമറ എന്ന് പറഞ്ഞ ഒരു സെഷൻ തന്നെ ഇല്ലാതായി, ആ ഉപകരണം നമുക്ക് ആവശ്യമില്ലാതായി. ഈ നിരന്തരമായി പത്രവായനയാണ്. പത്രപ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ എന്നാലും പരിശീലനത്തിനിടയിലാണ് നമ്മൾ ഈ വാർത്ത എഴുത്തല്ല പത്രപ്രവർത്തനം, അതതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. പത്രനിർമ്മാണം എന്ന് പറയുന്നത്, എഡിറ്റിംഗ് എന്ന് പറയുന്നതാണ് പത്രത്തിൻ്റെ ഏറ്റവും സർവപ്രധാനമായ കാര്യം. ഈ ആളുകൾ ഇങ്ങനെ എഴുതുന്നതിലല്ല, അതിവിദഗ്ധനായ ഒരു എഡിറ്ററുടെ കൈ കിട്ടുമ്പം അതിൻ്റെ തലക്കെട്ട് മാറുന്നു, വാർത്തയുടെ ആംഗിൾ മാറുന്നു, അത് സൂക്ഷ്മമാകുന്നു. ആ പ്രിസിഷൻ, അതോടുകൂടിയുള്ള എഡിറ്റിംഗ്, അത് മുഴുവൻ ട്രെയിനിങ്ങിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ലേഔട്ട്, പത്രത്തിൻ്റെ ലേഔട്ടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു വാർത്തയുടെ പൊസിഷനാണ് വാർത്തയുടെ ആഘാതം തീരുമാനിക്കുന്നത്. അപ്രധാനമായിട്ട് എവിടെയെങ്കിലും കൊടുത്താൽ ആ വാർത്തയ്ക്ക് അത്ര ശക്തി ഉണ്ടാകണമെന്നില്ല. ശ്രദ്ധിക്കപ്പെടാത്ത ഹെഡിങ് കൊടുത്താലും ഉണ്ടാവില്ല. ഈ ഒരു പത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ മുഖപ്രസംഗമാണ്. കാരണം പത്രത്തിൽ വരുന്ന ഒരു വാർത്തയും പത്രത്തിൻ്റെ അഭിപ്രായമല്ല, അത് സംഭവിച്ചു ഈവൻസ് ആണത്. അപ്പോൾ അത് എഴുതുന്ന പത്രപ്രവർത്തകൻ്റെ സബ്ജക്റ്റീവായൊരു വീക്ഷണം ചിലപ്പോൾ കലർന്നു പോയേക്കാം, എങ്കിലും വസ്തുതാപരമല്ലാതെ എഴുതാൻ പറ്റില്ല. നമ്മുടെ വ്യൂസ് അവതരിപ്പിക്കാനുള്ളതല്ല ന്യൂസുകളൊന്നും തന്നെ. അത് പത്രപ്രവർത്തനത്തിലെ പ്രസിദ്ധമായൊരു പാഠം. എന്നാൽ മുഖപ്രസംഗം അതല്ല, ആ പത്രത്തിൻ്റെ അഭിപ്രായമാണ്. ഒരു പൊതുവിഷയത്തിൽ ഒരു പത്രം പ്രകടിപ്പിക്കുന്ന അഭിപ്രായം പൊതുജനാഭിപ്രായത്തെ രൂപപ്പെടുത്തും, ഭരണകൂടത്തെ സ്വാധീനിക്കും, രാജ്യത്തെ നയങ്ങളെ സ്വാധീനിക്കും. ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി മുഖപ്രസംഗം എഴുതിയതാണ് ലോകത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളുടെ മുഴുവൻ ചരിത്രം. പ്രത്യേകിച്ചും സ്വാതന്ത്ര്യ സമരകാലത്ത് പല പത്രങ്ങളുടെയും മുഖപ്രസംഗങ്ങൾ ഭരണകൂടത്തിനെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഭരണകൂടങ്ങളുടെ നയങ്ങൾ മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. NP രാജേന്ദ്രൻ, എൻ്റെ ഒപ്പം ന്യൂസ് ഡെസ്കിലാണ് രാജേന്ദ്രൻ, അന്ന് സബ് എഡിറ്ററാണ് രാജേന്ദ്രൻ. ഈ രാജേന്ദ്രൻ പിന്നീട് മീഡിയ അക്കാഡമിയുടെ ചെയർമാനായി. ഇന്ദ്രൻ എന്ന പേരിൽ വിശേഷാൽ പ്രതി എന്ന് പറഞ്ഞ ഒരു കോളം 2 പതിറ്റാണ്ട് കാലം മാതൃഭൂമിയിൽ എഴുതി. ഏറ്റവും ദീർഘമായിട്ടൊരു പൊളിറ്റിക്കൽ കോളം എഴുതിയ ആളുകളിൽ ഒരാൾ രാജേന്ദ്രൻ. വളരെയധികം ജനശ്രദ്ധ നേടിയ ഒരു പത്രപംക്തിയായിരുന്നു അത്. അതുപോലെ തന്നെ രാജേന്ദ്രൻ പത്രപ്രവർത്തനത്തിലെ ധാർമ്മികത അങ്ങേയറ്റം ഉയർത്തിപ്പിടിക്കുകയും പത്രപ്രവർത്തക യൂണിയൻ്റെ നേതാവ് എന്നുള്ള നിലയിലും പൊതുവെ രാഷ്ട്രീയ രംഗത്തും ഭരണാധികാരികൾക്കുമൊക്കെ അദ്ദേഹം ധാർമ്മികവും സത്യസന്ധവുമായ നിലപാടുകളെടുക്കുന്ന ഒരാളാണെന്ന അഭിപ്രായം സൃഷ്ടിച്ച ഒരു ജേർണലിസ്റ്റാണ്. അത് മറ്റു പത്രങ്ങളിലുള്ള ആളുകളും രാജേന്ദ്രനെ അങ്ങനെ ബഹുമാനത്തോടു കൂടി. അപ്പോൾ രാജേന്ദ്രനിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ രാജേന്ദ്രൻ ഈ നിറകുടം തുളുമ്പാത്തതുപോലെ നമ്മൾ ഒരു വാർത്തയിലും ഭ്രമിക്കാതിരിക്കുക. പത്രപ്രവർത്തകൻ വിശേഷാധികാരമുള്ള ഒരാളാണ്, നമ്മളൊരു പ്രിവിലേജ്ഡായ ക്ലാസ്സിൽപ്പെട്ട ആളാണ് എന്നൊരിക്കലും തെറ്റിദ്ധരിക്കാതിരിക്കുക. വാർത്തയോടാണ് നമ്മൾ കമ്മിറ്റഡ് ആവേണ്ടത്, മുതലാളിയോടല്ല എന്ന് ഉള്ള പാഠം ഞാൻ രാജേന്ദ്രനിലാണ് മനസ്സിലാക്കിയത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് MP സുരേന്ദ്രൻ. സ്പോർട്സ് കറസ്പോണ്ടൻ്റ് എന്നുള്ള നിലയിലും സ്പോർട്സ് കോളംനിസ്റ്റ് എന്നുള്ള നിലയിലും പ്രസിദ്ധി നേടിയ ഒരാളാണ്. സുരേന്ദ്രനും മാതൃഭൂമിയുടെ തൃശ്ശൂരിലെ ന്യൂസ് എഡിറ്ററൊക്കെ ആയിട്ടാണ് സുരേന്ദ്രൻ പിന്നീട് പെൻഷൻ പറ്റിയത്. പിന്നെ മാതൃഭൂമി ടെലിവിഷനിലും സുരേന്ദ്രൻ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ ആളുകൾ, പലരുടെയും പേരുകൾ പറഞ്ഞാൽ ഇന്ന് എല്ലാവരും അറിയണമെന്നില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് CM ജോണി ഉണ്ടായിരുന്നു, T സോമൻ, പിന്നീട് പത്രപ്രവർത്തനം ഉപേക്ഷിച്ച് ആനന്ദകുമാർ ഉണ്ടായിരുന്നു. അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. സർക്കാർ ജോലിയിൽ നിന്നാണ് പത്രപ്രവർത്തനത്തിലേക്ക് വന്നത്. കുറേ വർഷം പത്രപ്രവർത്തനം നടത്തിയിട്ട് പുള്ളിക്ക് വ്യക്തിപരമായ അസൗകര്യങ്ങൾ കൊണ്ട് പുള്ളി പത്രപ്രവർത്തനം അവസാനിപ്പിച്ച് പഴയ സർക്കാർ ജോലിയിലേക്ക് തിരിച്ചുപോയി. ആദ്യത്തെ പുസ്തകത്തിനാണ് എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. സത്യത്തിൽ അതൊരു വലിയ ഭാഗ്യമാണ്, സാഹിത്യ അക്കാദമി അവാർഡ് ചെറുപ്പത്തിൽ കിട്ടുക. ആ അക്കാദമി അവാർഡ് കിട്ടിയതോടുകൂടി സാഹിത്യ നിരൂപണം വളരെ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടതെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. ഞാൻ നിരന്തരമായ എൻ്റെ വായനയിലൂടെയും തൊട്ടടുത്ത് അക്കാദമി അവാർഡ് കിട്ടി. ആദ്യത്തെ പുസ്തകം നന്നായിട്ട് വിറ്റു. ഉടനെ തന്നെ DC ബുക്സ് അടുത്ത പുതിയ പതിപ്പ് ഇറക്കുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത പുസ്തകം ഇറക്കിയതേയില്ല. എൻ്റെ അടുത്ത പുസ്തകത്തിന് വേണ്ടി ഞാൻ 6 കൊല്ലം തയ്യാറെടുത്തു.
6 കൊല്ലം കണ്ടാണ് ഞാൻ എഴുതിയത്. അന്ധനായ ദൈവം എന്ന് പറഞ്ഞ നോവലിനെ കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം. ഇപ്പോഴും എത്രയോ പതിപ്പുകൾ ആ പുസ്തകം വന്നിട്ടുണ്ട്. ഇപ്പോഴും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർവകലാശാല ഗവേഷണത്തിനും പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലുള്ള പഠനത്തിനും നോവൽ പഠനത്തിനും ഒരു അടിസ്ഥാന ഗ്രന്ഥമായിട്ടാണ് അത് ഉപയോഗിക്കുന്നതെന്നാണ് സിലബസിലേക്ക് റെഫറൻസ് സൂചനയും അധ്യാപകർ പറഞ്ഞുമൊക്കെ എനിക്കറിയാവുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ 3ാമത്തെ നിരൂപണ ഗ്രന്ഥം ഏകാന്ത നഗരങ്ങൾ, മലയാളത്തിലെ ഉത്തരാധുനിക മലയാള സാഹിത്യത്തിൻ്റെ സൗന്ദര്യശാസ്ത്രം എന്ന പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കുന്നത്. അത് കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞ് 2006-ലാണ്. അതായത് 94-ൽ എൻ്റെ ആദ്യ പുസ്തകം, 99-ൽ 6 കൊല്ലം കഴിഞ്ഞ് 99-ൽ അന്ധനായ ദൈവം, 2006-ൽ ഏകാന്ത നഗരങ്ങൾ. ശേഷം ഈ അന്ധനായ ദൈവം എന്ന് പറഞ്ഞ പുസ്തകത്തോട് തന്നെ മലയാളത്തിലൊരു പ്രധാനപ്പെട്ട, ഈ തലമുറയിലെ പ്രധാനപ്പെട്ട സാഹിത്യ നിരൂപകൻ എന്നുള്ള നിലയിൽ അംഗീകാരം എനിക്ക് കേരള സമൂഹവും മലയാള സാഹിത്യവും തന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ നിരൂപണത്തിന് ഉള്ളൊരു അക്കാദമിക് സ്വഭാവം കൂടിയുണ്ട്. അവയുടെ റെഫറൻസ് വാല്യൂവും അക്കാഡമിക് മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് ഞാൻ സാഹിത്യ നിരൂപണം എഴുതിയിട്ടുള്ളത്. അല്ലാതെ എൻ്റെ മാനസികമായ തോന്നലുകളെ ഇംപ്രഷൻസ് അല്ല. സാഹിത്യ നിരൂപണം ശാസ്ത്രീയമായൊരു അപഗ്രഥന പദ്ധതിയാണ്. ആ രീതിയിലാണ് ഞാനത് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം എൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. കഥാന്തരങ്ങൾ എന്ന് പറഞ്ഞ് മലയാള ചെറുകഥയെ കുറിച്ച് പഠിക്കുന്ന ഒരു പുസ്തകമുണ്ട്. പിന്നെ സാംസ്കാരിക ചരിത്ര, കൾച്ചറൽ ഹിസ്റ്ററി എന്ന പ്രോജക്റ്റിൽ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ കൂടി എഴുതിയിട്ടുണ്ട്. അതിലൊരെണ്ണം മലയാളിയുടെ മാധ്യമ ജീവിതം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് പത്രവും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അച്ചടിയും കേരളീയ സമൂഹത്തെ മാറ്റിമറിച്ചതിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രം മലയാളിയുടെ മാധ്യമ ജീവിതം എന്ന പേരിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. മറ്റൊരു പുസ്തകം എങ്ങനെയാണ്, പ്രത്യേകിച്ചും പുസ്തകങ്ങൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യരും ഒരിടവും പേര് കിട്ടാതെ പോയ ആളുകളും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിയത്. എല്ലാവരും ലൈബ്രറികളിൽ സൂക്ഷിച്ച മഹത്തായ പുസ്തകങ്ങൾ മാത്രമല്ല, ആരും ലൈബ്രറികളിൽ സൂക്ഷിക്കാത്ത, മഹത്തായതായി അംഗീകരിക്കാത്ത ലഘുലേഖകളും പാട്ടുപുസ്തകങ്ങളും ക്രൈം നോവലുകളും മന്ത്രവാദ പുസ്തകങ്ങൾക്കും ഒരു ചരിത്രമുണ്ട്. ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള ബുക്സ്റ്റാൾജിയ എന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തക വായനക്കാരൻ്റെ ഗൃഹാതുരത്വങ്ങൾ എന്നൊരു സബ് ടൈറ്റിലും അതിനുണ്ട്. മറ്റൊന്നാണ് മലയാളി സിനിമ കണ്ടതിൻ്റെ ചരിത്രം. അത് സിനിമയുടെ ചരിത്രമല്ല, സിനിമാ തിയേറ്റർ എന്ന പൊതുമണ്ഡലത്തിൻ്റെ ചരിത്രം, മലയാളിയുടെ കാഴ്ചയുടെയും തിയേറ്ററുകളുടെയും ഒരു സാംസ്കാരിക ചരിത്രം, സിനിമാ സന്ദർഭങ്ങളുടെ പേരിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. മറ്റൊന്ന് മീഡിയ അക്കാഡമി തന്നെ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ലിറ്റിൽ മാഗസിനുകളുടെ ഒരു ചരിത്രം. ലിറ്റിൽ മാഗസിന് മലയാളത്തിലെ ആധുനികതാ പ്രസ്ഥാനം എന്നുള്ള ബന്ധമുണ്ട്. പക്ഷിക്കൂട്ടങ്ങൾ, ലിറ്റിൽ മാഗസിനും മലയാളത്തിലെ ആധുനികതയും എന്നൊരു പുസ്തകവും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് ഒരു സാംസ്കാരിക ചരിത്ര പദ്ധതി എന്നുള്ള നിലയിൽ ആണ് ഞാൻ എഴുതുന്നത്. ഇത്തരത്തിൽ 1-2 പുസ്തകങ്ങൾ കൂടി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. അപ്പോൾ സാഹിത്യ നിരൂപണത്തിന് പിന്നെ കവിതയെക്കുറിച്ചുള്ള പഠനങ്ങൾ മാത്രമുള്ള ആത്മാവിൻ്റെ പാവകളിക്കാർ എന്നൊരു പഠന ഗ്രന്ഥം, ഒരു നിരൂപണ ഗ്രന്ഥം കൂടി ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ എഴുത്തുകാർക്കും അവതാരികകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് അവതാരിക എഴുതിയ ഒരേ ഒരാൾ ഞാൻ ആണ്. കാരണം ഖസാക്കിൻ്റെ 25ാം വാർഷിക പതിപ്പ്, 25 വർഷം രജത ജൂബിലി പതിപ്പ് അന്ന് വളരെ സവിശേഷതകളോടുകൂടി DC ബുക്സ് 94-ൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിൻ്റെ അവതാരിക വേണമെന്ന് DC കിഴക്കേമുറി തീരുമാനിച്ചു. അപ്പോൾ ഒ വി വിജയനോട് പറഞ്ഞപ്പം വിജയൻ പറഞ്ഞ് രാജശേഖരനെ കൊണ്ട് എഴുതിക്കും, ഒരു ചെറുപ്പക്കാരൻ. ഇതെനിക്ക് വിജയനുമായിട്ട് നല്ല ബന്ധമുണ്ട്. എൻ്റെ പിതൃഘടികാരം അപ്പോഴേക്കും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞെന്നും അതിൽ അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു. അങ്ങനെ അതും എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ONV സാറിനും സുഗതകുമാരി ടീച്ചർക്കും ബാലേന്ദ്രൻ ചുള്ളിക്കാടിനും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ കവികൾക്കും അവതാരികകൾ എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നോവലിസ്റ്റുകൾക്കും പല പുസ്തകങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എൻ്റെ സാഹിത്യ ജീവിതത്തിൽ, എൻ്റെ പുസ്തക ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ വലിയ ചില പുസ്തകങ്ങൾ, മേജർ പബ്ലിഷിംഗ് ഈവൻറ്റ്സ് എന്ന് പറയാവുന്ന വലിയ ബൃഹത് ഗ്രന്ഥങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ പത്രപ്രവർത്തനത്തിന് സമാന്തരമാണ് ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കേരള മീഡിയ അക്കാദമിയിൽ ആർട്ട് ഓഫ് AI നെക്സസ് ശില്പശാല. ആധുനിക മാധ്യമ രംഗത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുത്തുന്ന മാറ്റങ്ങൾ പരിചയപ്പെടുത്തി കേരള മീഡിയ അക്കാദമി. ആർട്ട് ഓഫ് AI നെക്സസ് ക്ലാസ്സിൽ പ്രമുഖ AI വിദഗ്ധൻ ഷിജു സദൻ പുതിയ AI ടൂളുകളെ പരിചയപ്പെടുത്തി.
മാറിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ ലോകത്തെ AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്നിടുകയാണ് കേരള മീഡിയ അക്കാദമി. വീഡിയോ ഓഡിയോ നിർമ്മാണ രംഗത്തെ അത്യാധുനിക AI ടൂളുകളെ പ്രായോഗികമായ ഉപയോഗമാണ് ശില്പശാലയിൽ പരിചയപ്പെടുത്തിയത്. ചുട്ടുപൊള്ളുന്ന വേനലിൽ കാക്കനാട് കളക്ടറേറ്റ് മുറ്റത്ത് ഒരു ചുവപ്പൻ വസന്തം തീർത്തിരിക്കുകയാണ് വാഗമരങ്ങൾ. പലവിധ ആവശ്യങ്ങൾക്കും പരാതികൾക്കും കളക്ടറേറ്റിൽ എത്തുന്നവർക്ക് വ്യത്യസ്തമായ കാഴ്ചയാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ആ വാഗമരങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. വേനൽ ചൂടിന്റെ കാഠിന്യത്തിലും എറണാകുളം കളക്ടറേറ്റിൽ പ്രകൃതി ഒരുക്കിയ ഒരു ചുവന്ന പരവതാനിയുണ്ട്. ചെറുപുഞ്ചിരിയോടെ നമ്മെ വരവേൽക്കുന്ന ഗുൽമോഹർ പൂക്കൾ. ഔദ്യോഗിക തിരക്കുകളിലും കളക്ടറേറ്റിൽ എത്തുന്നവർക്ക് ഈ കാഴ്ച നൽകുന്നത് ഒരു പുത്തൻ കുളിർമയാണ്. ഫയലുകളുടെ കനവും പരാതിക്കാരുടെ തിരക്കുമൊഴിഞ്ഞ നേരമില്ലാത്തതാണ് ഏതൊരു കളക്ടറേറ്റും. എന്നാൽ എറണാകുളം കളക്ടറേറ്റിലെ പാർക്കിംഗ് മൈതാനത്തേക്ക് എത്തുമ്പോൾ കഥ മാറും. തലയ്ക്ക് മുകളിൽ ചുവപ്പണിഞ്ഞു നിൽക്കുന്ന ഗുൽമോഹർ മരങ്ങളും താഴെ പ്രകൃതി വിരിച്ച ചുവന്ന പരവതാനിയും. വേനൽക്കാലത്തിന്റെ വരവറിയിച്ചാണ് ഗുൽമോഹർ അഥവാ കാട്ടുതീ എന്ന് വിളിക്കുന്ന ഈ പൂക്കൾ വിരിയുന്നത്. കത്തുന്ന വെയിലിലും ഒരു തരിമ്പും വാടാതെ ചോരച്ചുവപ്പോടെ ഇവ ഇങ്ങനെ നിൽക്കും. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ടെൻഷനോടെ എത്തുന്ന പൊതുജനങ്ങൾക്കും ജോലി ഭാരത്താൽ വലയുന്ന ജീവനക്കാർക്കും ഒരു നിമിഷം മനസ്സിന് കുളിർമയേകാൻ ഈ കാഴ്ചയ്ക്ക് കഴിയുന്നുണ്ട്. മേടം പകുതിയാകുമ്പോഴാണ് ഈ വാഗ പൂക്കുന്നത്. മൊട്ടിട്ട് നിൽക്കുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ പൂത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് കൊഴിയുമ്പോൾ ഇതിനുള്ളൊരു കായുണ്ട്, അതിനാണ് മഞ്ചാടി കുരു എന്ന് പറയണേ. നിറച്ച് കുരുവുണ്ട്. ഇപ്പോൾ ഈ പൂത്ത് നിൽക്കുമ്പോൾ ഒരുപാട് എല്ലാവർക്കും നല്ലൊരു ഭംഗി തോന്നും. നമുക്ക് വിഷുവിൻ്റെ ഒരു സമയത്താണെങ്കിൽ നമുക്ക് ഈ പൂ ഇതിനൊക്കെ ഇടാൻ കൊള്ളാവുന്നതാണ്, പക്ഷെ അന്നേരത്തിനും പൂക്കത്തില്ല. ഇപ്പോഴാണ് നല്ല ഭംഗി. വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഒന്ന് നിന്ന് കിതപ്പാറ്റുന്നത് ഈ മരത്തണലിലാണ്. ചിലർ ഈ മനോഹര ദൃശ്യം ക്യാമറകളിൽ പകർത്താനും മറക്കുന്നില്ല. കൃത്യമായ പരിചരണവും പ്രകൃതി സംരക്ഷണവുമാണ് ഈ നയന ഭംഗിക്ക് കാരണമെന്നാണ് അധികൃതരും അവകാശപ്പെടുന്നത്. തണൽ മരങ്ങളും ഫലവൃക്ഷാദികളും വെച്ചുപിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ മരങ്ങളെ ഇവിടെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ വാഗമരവും ചുറ്റുമുള്ള മരങ്ങളും ഒക്കെ കഴിഞ്ഞ ഈ കളക്ടറുടെ കാലത്ത് വെച്ചുപിടിപ്പിക്കുകയും വളരെ ഭംഗിയായിട്ടത് ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പൂക്കുന്ന സമയങ്ങളിൽ വളരെ ഭംഗിയുള്ളത് നമ്മുടെ നയനങ്ങൾക്ക് ഭയങ്കര ആനന്ദം നൽകുന്നതായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഇത് സംരക്ഷിക്കാൻ വേണ്ടി ഗാർഡൻ വേനൽക്കാലങ്ങളിൽ വെള്ളം ഒഴിക്കുകയും മറ്റ് കറക്റ്റായിട്ട് പരിപാലിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഫലമായും കൂടിയാണ് നിങ്ങൾക്ക് ഇത്രയും വൃത്തിയായ രീതിയിൽ ഇത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ കളക്ടറേറ്റ് കൊണ്ടുപോകുന്നതിനും ഇവിടുത്തെ ഗാർഡുകൾ പ്രത്യേകം സംരക്ഷിക്കുന്നുണ്ട്. ചൂടും തിരക്കും എത്ര തന്നെയാണെങ്കിലും പ്രകൃതി അതിന്റെ ഭംഗി കാണിച്ച് നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട് എന്നതിന് തെളിവാണ് കളക്ടറേറ്റിലെ ഈ ഗുൽമോഹർ വസന്തം. ക്യാമറ പേഴ്സൺ ജീവനോടൊപ്പം നന്ദന സിജു, കേരള മീഡിയ അക്കാദമി. ഇതോടുകൂടി ഈ ലക്കം മാധ്യമജാലകം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.